മാമേ രാവിലെ എന്തോ അടുപ്പൊക്കെ കൂട്ടി പരിപാടി? അമ്മാമ്മ ഇന്ന് കണ്ട മുറ്റത്തൊന്ന് അടുപ്പ് കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു. എന്നും നമ്മൾ അടുക്കളയിലല്ലേ. ഇപ്പോഴേ എൻ്റെ അമ്മ കൊഞ്ചു പുട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? കഴിച്ച് കാണുമായിരിക്കും. എന്തായാലും അമ്മാമ്മയൊന്ന് പുഴുങ്ങട്ടെ. നിങ്ങളും കൂടെ വാ, അമ്മക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. മക്കളെ അൻ്റെ കൊഞ്ചു വെച്ചുള്ള പുട്ട് അതെ അമ്മയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിക്കേ, അതെ കൊഞ്ച് വെച്ചേ 5 കറി വെക്കാം. അപ്പം അമ്മേ കൊഞ്ച് വെച്ച് തോരൻ വെച്ചായിരുന്നു, കണ്ടായിരുന്നു എല്ലാവരും കഴിഞ്ഞ വീഡിയോ. അതേപോലെ അടുത്ത വീഡിയോ ഇത് അപ്പം അമ്മക്ക് അതിലേക്കൊന്ന് നോക്കിയാലോ. അതെ കൊഞ്ച്, പുട്ടുപൊടി, അതെ അതിനകത്തിടാൻ അരമുറി തേങ്ങ. നമ്മൾ പുട്ടിന് തേങ്ങ ഇടുമല്ലേ അതുപോലെ. അണ്ട ഗരം മസാല, മഞ്ഞപ്പൊടി, ഉപ്പുപൊടി. അപ്പം നിങ്ങൾ ചോദിക്കും ഇതെന്താന്ന്. ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, സവാള. ഇത് ഇത്രയും കൂടെ അമ്മ കല്ല് വെച്ച് നല്ലതുപോലെ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അമ്മ അരയ്ക്കുക. സവാളയും കൂടെ ഇട്ട് കേട്ടോ. സവാളയും കൂടെ അരയ്ക്കുവാണ് അതിൻ്റെ കൂടെ. പുട്ടിനായതുകൊണ്ടേ കണ്ട ശകലം ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക കേട്ടോ. പിന്നെ മസാല, ഗരം മസാല അത് തോന്നിയിടാം കേട്ടോ. ഉപ്പും കൂടെ കുറച്ചുപ്പിടാം. ആണ്ടാ അമ്മ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആണ്ടാ അമ്മ അരച്ചു കൊണ്ടുവന്ന സാധനം എല്ലാം കൂടെ കൊഞ്ചുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അമ്മ എണ്ണ ഒഴിക്കുക. പുട്ടിനാകുമ്പോഴേ കടുക് വേണ്ട കേട്ടോ. കടുക് വേണ്ട നമുക്ക്. എണ്ണ ചൂടായി കേട്ടോ. അണ്ട് കൊഞ്ചമ്മക്ക് ഇട്ട് കൊടുക്കാം. കൊഞ്ചൊന്ന് വേളട്ടെ. അതെ പുട്ടുപൊടി നമുക്ക് നനയ്ക്കാം. അമ്മേ എങ്ങനെയാ പുഴുങ്ങുന്നതെന്ന് നിങ്ങൾക്ക് കാണണോ? അതിപ്പോൾ അമ്മ കാണിക്കാം കേട്ടോ. അമ്മ പുട്ട് പുഴുങ്ങുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. എല്ലാവരും പുട്ടുകുറ്റിയില്ലല്ലയോ പുട്ട് പുഴുങ്ങുന്നേ. ചിരട്ടപ്പുട്ട്, കുറ്റിയിൽ പുട്ട് അങ്ങനെയല്ലേ പുഴുങ്ങുന്നേ. എന്നാൽ അമ്മ അങ്ങനെയല്ല പുഴുങ്ങുന്നേ. അമ്മ പുഴുങ്ങുന്നൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. മക്കളെ നോക്കിക്കേ. അതെ പഴയ കാലത്തെ പുട്ട് പുഴുങ്ങുന്ന ഇങ്ങനായിരുന്നു. അത് അമ്മയൊക്കെ പുട്ട് പുഴുങ്ങുന്ന അവിടെ ചട്ടി വെള്ളം വെച്ച് അവിടെ വെള്ള തുണി കഴുകി വൃത്തിയാക്കിയിട്ട് അണ്ട ഇങ്ങനെ ഇട്ട് വാവട്ടം കെട്ടും. ഇങ്ങനെ കെട്ടും. അന്ന് പുട്ടുവളമൊന്നും ഇല്ല മക്കളെ. അന്നൊക്കെ അമ്മമാർ ഇങ്ങനെയായിരുന്നു വയ്ക്കുന്നത് പുട്ടൊക്കെ പുഴുങ്ങി ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതെ നിങ്ങളും ഒന്ന് കാണാൻ എങ്ങനെയാന്ന്. പക്ഷെ ഇങ്ങനെ പുഴുങ്ങുന്നുണ്ടല്ലേ നല്ലതാണ്. നമ്മൾ പുട്ടുറ്റി പുഴുങ്ങുന്നത് പോലെ അല്ല കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ വാവട്ടം കെട്ടി അല്ല ഇങ്ങനെ തുണി കൊണ്ട് കെട്ടണം.
ഇതേപോലെ കെട്ടി പാവട്ടം കെട്ടിയിട്ട് മക്കളെ വേണ്ടേ കൊഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ടങ്ങിടാം. ഇത് നമുക്ക് പുട്ടിൻ്റെ പൊടിയുമായിട്ട് വരവാം. കണ്ടോ മക്കളെ, ചട്ടിക്കകത്ത് വെള്ളം വെച്ചു, തുണി കെട്ടി വാവട്ടം കെട്ടി. അപ്പം ഇനി അമ്മാണ്ട പുട്ട് അതിലേക്ക് ഇടുക. അപ്പം നിങ്ങളൊക്കെ കുറ്റിയിലല്ലേ പുട്ട് പുഴുങ്ങി തിന്നിട്ടുള്ളേ. ആണ്ട പണ്ടത്തെ കാലത്ത് ഇതേപോലെ നനച്ച് വെച്ചായിരുന്നു അമ്മമാർ പുട്ട് പുഴുങ്ങി തരുന്നേ ഞങ്ങൾക്ക്. അതിനൊരു പ്രത്യേക രുചിയാണ് മക്കളെ കേട്ടോ. ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു മക്കളെ, അതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. അപ്പം ഇതൊക്കെ നമ്മുടെ മക്കളും ഒന്ന് കാണട്ടെ, ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് അവരും അറിയണം. വേണ്ട അമ്മയെല്ലാം വെച്ചിട്ടുണ്ട്. വേണ്ട കമത്തി അടച്ച് ഇനി നമുക്ക് അടപ്പയിലേക്ക് വാ. വാ. കണ്ട അടപ്പേത്തി എത്തിച്ചേട്ടോ. നമുക്ക് അടപ്പയിലൊന്ന് വെക്കാം. അവിടെ അമ്മമാരൊക്കെ ഇങ്ങനല്ലേ വെച്ചത്, അതുകൊണ്ട് നമുക്കും അങ്ങനെ ഒന്ന് വെക്കാം. അടുപ്പിലെ തീ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയാണ്. അങ്ങനെ വെക്കുന്ന ആഹാരമൊക്കെ എന്ത് നല്ലതാണെന്നറിയാവോ. അമ്മാൻ്റെ മുറ്റത്താ പുട്ട് വെച്ചത് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഇതേപോലൊക്കെ തറയിലിരുന്ന് തീയരിക്കുന്നത്, കരിയിലയൊക്കെ വാരി വെച്ചരിച്ചും ഒക്കെ. അപ്പോൾ അമ്മക്ക് തറയിലിരിക്കാൻ വയ്യ, മുട്ടുവേദന, കാലുവേദന. നമ്മളൊക്കെ ഇപ്പോൾ കസേര അല്ലെ ഉയരമുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. പണ്ടത്തെ അമ്മമാർക്ക് കാലുവേദനയില്ല, മുട്ടുവേദനയില്ല, ഒന്നുമില്ല. അവരൊക്കെ തറയിലിരുന്ന് കരിയിൽ വെച്ച് തീയരിച്ച് ഒക്കെ ആയിരുന്നു നമുക്ക് തരുന്നത് കേട്ടോ. അതൊക്കെ നമ്മളൊന്ന് ഓർക്കുക വേണ്ടേ. അമ്മ അടപ്പയിലാണ് വെച്ച് അന്ന് ഇങ്ങനെയാണ് പുട്ട് പുഴുങ്ങുന്നത് കേട്ടോ മക്കളെ. പഴയ കാലത്ത് പഴയ ആളുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇപ്പോഴേ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താലോ, ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരാവിയും കൂടെ വരട്ടെ മക്കളെ. കൊഞ്ച് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങാം നമുക്ക്. അടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൊഞ്ച് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇതിന് പറയും ഉക്കാലിന്ന്. ഉക്കാലി പുഴുങ്ങുകയെന്ന് പറയും. ചീനിപ്പുട്ട് ഇങ്ങനെയൊക്കെ പുട്ട് പുഴുങ്ങുക, ഉക്കാലി പുഴുങ്ങുകയെന്ന് പറയും. കണ്ടേ കൊഞ്ച് പുട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ. അപ്പം നമുക്കൊന്ന് പകരാം. കണ്ട നമുക്ക് ഇങ്ങോട്ടൊന്ന് പകരാം. മക്കളെ കണ്ട കൊഞ്ച് പുട്ട് റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, നല്ല ആവി വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അമ്മയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ട്രൈ ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ കാണും വരെ ബൈ.